സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീവായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ ഭാവോദീസായാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഗണിച്ച് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും ഭാവിയുമായി അടിയാർന്ന നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായം ലഭിക്കാനായി നിങ്ങൾ സന്തോഷിച്ചാനന്ദിച്ച് സമാധാനത്താലെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. കുർബാന കൺക്ലൂഡിംഗ് ഡേ. സോ രാവിലെ വൈബ്സ് തുടങ്ങിയിരിക്കുകയാണ്. ഈ കുട്ടി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ അമ്മ ഇന്നൊരു ഫോട്ടോ ഒക്കെ എടുത്താണ്. എന്തോ പേര് പറഞ്ഞോ? അബീന. എത്ര എന്തോ പഠിക്കുവാ? പ്ലസ് ടു കഴിഞ്ഞ്. നീ എന്തോ പഠിക്കാനാ? നോക്കാനാ. പേര് പറഞ്ഞു? അങ്ങോട്ട് പോകും. അഡോണ. ഏത് പള്ളിയാ? നിങ്ങൾ 3 പേരും ഒരു തൃശ്ശൂരാണ്, പൂരങ്ങളുടെ നാട്ടിൽ നിന്നുള്ള ആണ്. രണ്ടുപേരും അധീനയാണോ? സിസ്റ്റേഴ്സ് ആണോ നിങ്ങൾ? എന്ത് ചെയ്യുമോ ചേച്ചി? ബാംഗ്ലൂർ. എന്തോ? ഓക്കെ, കണ്ടത് വലിയ സന്തോഷം. നല്ല സ്നേഹം. അടുത്ത കോൺഫറൻസിന് കാണാം. സെലക്റ്റഡേ പോകത്തുള്ളൂ, കേരളത്തിൽ നിന്ന് എല്ലാവരെയും കൊണ്ടുപോകത്തില്ല. ഇവര് തൃശ്ശൂർ ഇടവകയാണ്. തൃശ്ശൂർ ഞങ്ങളുടെ സാജു ചാക്കോ അച്ഛനാണ് അവിടുത്തെ വികാരി. കുറ്റപ്പുഴയുടെ അഭിമാനം. ഞങ്ങൾ 1ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിക്കുന്നവരാണ്, കോളേജ് വരെ. കുറ്റപ്പുഴ സൺഡേ സ്കൂളിൽ ശിശുവകുപ്പ് തൊട്ട് ജ്യേഷ്ഠ യുവവകുപ്പ് വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അത്ര നല്ലൊരു സ്നേഹമുണ്ട്. ഇപ്പോഴാണ് പറയുന്നത് സാജു അച്ഛൻ്റെ കുഞ്ഞാടാണ്. ഓക്കെ, സാജു അച്ഛനും ടീന കൊച്ചമ്മയ്ക്കും മക്കൾക്കും പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരൊക്കെ വന്നിരിക്കുകയാണ്. യുഎൻഎസ്എക്കത്തിൻ്റെ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ഒക്കെയാണ് പ്രേമിനച്ഛൻ അല്ലേ? അച്ഛനിപ്പോൾ ഇവിടെ സ്റ്റഡി സെൻ്ററിലോ? ഇവിടെ ഹോസ്പിറ്റൽ ഗൈഡൻസ് സെൻ്ററിൽ. ഓക്കെ, അപ്പോൾ അച്ഛന്മാരുടെയൊക്കെ സാന്നിധ്യം, തിരുമേനിമാരുടെ സാന്നിധ്യമൊക്കെ വളരെ നല്ലതാണ്. താങ്ക് യു. എന്തെങ്കിലും പറയാനുണ്ടോ യൂസിനോട്? നന്നായിരിക്കട്ടെ. യുഎൻഎസ്എക്കെ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നു. ഗൈഡൻസ് സെന്റർ നല്ലൊരു മിനിസ്ട്രിയാണ്. മെഡിക്കൽ കോളേജിന്റെ അവിടുത്തെ നല്ലൊരു മിനിസ്ട്രിയാണ്. റീജിയണൽ ക്യാൻസർ സെന്റർ, ശ്രീചിത്ര ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, ഇവിടെ വരുന്ന രോഗികളെ സഹായിക്കുന്ന സ്ഥലം. എനിക്കറിയാം, ഞാൻ നല്ല വണ്ടർഫുൾ മിനിസ്ട്രി. ഓക്കെ, ജോൺ സി ചെറിയൻ. ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്ത് സംഘാടക സമിതിയിലൊക്കെ ഉള്ളതാണ്. സാറ് എവിടെയായിരുന്നു വർക്ക് ചെയ്തത്? ഞാൻ PW. വെരി ഗുഡ്, നൈസ് ടു മീറ്റ് യു സാർ. എന്തെങ്കിലും പറയാനുണ്ടോ? യൂത്ത്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളും ഒക്കെ യൂത്ത്സിൽ വളരെ എനർജറ്റിക് ആയിരുന്നു. സഭയായിട്ട് വളരെ അടുപ്പവും അതുപോലെ തന്നെ പല രീതിയിലുള്ള ഇപ്പോഴും അത് ആ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സൺഡേ സ്കൂളിൻ്റെ ഭദ്രാസന സെക്രട്ടറി ആയിട്ട് ഞാൻ വർക്ക് ചെയ്തു. എൻ്റെ ടേം കഴിഞ്ഞു 6 വർഷം. പിന്നെ അത് കഴിഞ്ഞ് സെൻറ് തോമസ് സ്കൂളിൻ്റെ ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ ഈ ഓഡിറ്റോറിയം ഒക്കെ പണിതത്. നമ്മളും അതിൻ്റെ ഒരു ഇതാണ് ഇതുപോലെ അസോസിയേറ്റ് ചെയ്ത്. അങ്ങനെ എല്ലാ രീതിയിലും ഞങ്ങൾ യൂത്ത്സ് അതുകൊണ്ട് വളരെ സ്ട്രെങ്തൻഡ് ആയിരിക്കണം, ഒന്നിച്ച് മൂവ് ചെയ്യണം ക്രിസ്തുവിനോടൊപ്പം എന്നുള്ളതാണ്. നമ്മുടെ ഈ കോൺഫറൻസിൻ്റെ പ്രസിഡന്റ് അല്ലേ സാറ്? മാത്യു സാർ. എന്ന് പറയാം, ഡോക്ടർ എ ജി മാത്യു സാറ്. ഇവിടാണോ? ട്രിവാൻഡ്രത്താണോ? ഇപ്പോൾ ക്യാമ്പസിലാണ്. എന്തോ കോളേജിൻ്റെ? ഞാൻ കോൺഫറൻസ് പ്രസിഡന്റ് ഈ വർഷത്തെ 114ാമത്തെ സ്റ്റുഡൻറ് കോൺഫറൻസ്. കൂടാതെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ സെൻറ് തോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം അവിടുത്തെ പ്രിൻസിപ്പളാണ്. നമ്മുടെ കോളേജ് എന്ന് പറഞ്ഞാൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, ഡാറ്റാ സയൻസ്, അതുപോലെ തന്നെ AI എഞ്ചിനീയറിംഗ് കോഴ്സസ് ഉണ്ട്, BTech ആൻഡ് ഓൾസോ MTech. അതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മിക്ക പ്രോഗ്രാംസും നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ്റെ അക്രഡിറ്റഡ് പ്രോഗ്രാംസ്. അത് നമ്മുടെ മൊത്തം സ്റ്റുഡൻസ്, മൊത്തം കമ്മ്യൂണിറ്റി, നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇത് ഷെയർ ചെയ്യുക. ഇത് സ്പ്രെഡ് ദ വേർഡ് so that they can study at a good quality institution at just the government fees. Okay. സാറിന്റെ സ്വദേശം എവിടെ? എൻ്റെ സ്വദേശം മാരാമാണ്. ചെറുമ്പ് ഇമ്മാനുവൽ മാർത്തോമ ചർച്ച് ചെറുമ്പ്. ഓക്കെ, അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. സാറിന്റെ മോൾ ഇവിടെ ഉണ്ടല്ലേ? എൻ്റെ മോൾ ഇവിടെ ഉണ്ട്. 2 മക്കൾ, ഒരു ഇളയതൊരു. ഇന്നലെ ഞാൻ അവരുടെ വീഡിയോ എടുത്തായിരുന്നല്ലോ. ഓക്കെ. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. നല്ലൊരു കോൺഫറൻസ് ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. എല്ലാവരോടും സംഘാടക സമിതിയോടുള്ള പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.
സോ ഫോർത്ത് ഡേ ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ഇന്ന് കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇന്നെന്തോ ഐറ്റം? നിങ്ങളുടെ പപ്പായ ഇപ്പം കണ്ടു കേട്ടോ. പപ്പായ ഇപ്പം കണ്ട് ഞാൻ പറഞ്ഞു മോളിൽ നില വന്ന് യൂട്യൂബ് ഇതൊക്കെ എടുത്തെന്ന് പറഞ്ഞു. കഴിച്ചു. ഓ ഇന്ന് അപ്പമാണല്ലേ? പാലപ്പവും ഇറച്ചിക്കറിയാണോ? എന്തോ ചിക്കനോ? ഓക്കെ, വെരി ഗുഡ്. എങ്ങനെയുണ്ട് കോൺഫറൻസ് ഒക്കെ? ഉണ്ട്, അടിപൊളിയാണോ? പേര് പറഞ്ഞു. എൻ്റെ പേര് ഏഞ്ചൽ. എവിടാ? ഞാൻ കാട്ടാക്കടയിലാണ്. തബീദ, വെരി ഗുഡ്, അടിപൊളി പേരാണല്ലോ, ബൈബിളിലെ പേരാ. എന്തോ എടുക്കുക? ഓ ഇവിടെ വർക്ക് ചെയ്യും. ഏത് പള്ളിയാ? കാട്ടാക്കട, വെരി ഗുഡ്. കഴിച്ചോ? ഇല്ല. ഞങ്ങളെയൊക്കെ മൈൻഡ് ചെയ്യണേ. നമ്മുടെ സീനിയർ ഫ്രണ്ട്സൊക്കെ വന്നു. ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ ഉള്ളതാണ്. കൊച്ചമ്മമാരാണോ? പിന്നെ ഇവിടെ വന്നതാ? ഓ ഇവിടെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു. കഴിച്ചോ? എന്തോ പറയുന്നത്? അപ്പം. എങ്ങനെയുണ്ട് കോൺഫറൻസ് ഒക്കെ? അടിപൊളിയാണോ? കൊള്ളാമോ? ആർ യു എൻജോയിങ് ഇറ്റ്? അപ്പോൾ അല്ല കോൺഫറൻസ്, ബോത്ത്. എന്തോ ജലസത്തെ ഒരു മൈൻഡില്ല നിൽക്കുന്നത്. എങ്ങനെയുണ്ട്? അപ്പോൾ ഒക്കെ അടിപൊളിയായിരുന്നോ? കോൺഫറൻസ് അടിപൊളിയാണോ? കോൺഫറൻസ് അടിപൊളിയാണോ? ആണോ? ഇങ്ങോട്ട് നോക്കടാ. ഒച്ചമേ പോകുന്നു. അച്ഛനെന്ത്? കൊച്ചുമോളാണ്. എന്തോ പേര്? വരാറുമായിട്ടില്ല. റഫേല. കോൺഫറൻസ് ഒക്കെ അടിപൊളിയാണോ? ഞാനുണ്ടല്ലോ. അടിപൊളിയാണോ? അടിപൊളി. എന്തോ മുങ്ങി കിടക്കുന്ന എന്നെ കാണുന്നോണോ? കാണുന്നില്ലല്ലോ ഒന്ന്. ഐ വാണ്ടഡ് ടു ടോക്ക് ടു യു. UPSC പ്രിപ്പറേഷനൊക്കെ താല്പര്യമുള്ള കുട്ടിയാണ്. പക്ഷേ ഇപ്പോൾ നമ്മളെ കണ്ട് മുങ്ങി കിടക്കുക. കടമനട്ടല്ലേ? കൃപ അല്ലേ? ആ ശരി. എല്ലാവരും ഹാപ്പിയാണ്. സിറ്റി ഓഫ് ജോയ് ആണ്. വെരി ഗുഡ്. എല്ലാവരും ഹാപ്പി അല്ലേ? ഒരു വിഷമം പോലെ ഉറങ്ങിയില്ലെന്ന് തോന്നുന്നല്ലോ. ഉറങ്ങിയോ? രാത്രി കലാപരിപാടി വല്ലതും ഉണ്ടായിരുന്നോ? പാട്ട് പാടലോ? ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പിയായിട്ട് പോകും. ഇവിടെ പുതിയ മണ്ഡലാങ്കോ വൻ പൊളിറ്റിക്സ് ആയിരുന്നു. ഇന്ത്യ ഉന്നതങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മെസ്സേജ് വന്നിരുന്നപ്പോ കേട്ടോ. എന്തോ അർപ്പിതേ പിണങ്ങി നിൽക്കുന്നേ? അർപ്പിത എന്നെ കണ്ടിങ്ങനെ മോഹമൊക്കെ മറയ്ക്കുന്നു. എല്ലാരും ഹാപ്പി അല്ലേ? ആ ഹാപ്പിയേ. ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടതാണ്. പേരെന്ന് പറയാമോ? ജോയൽ. നല്ലൊരു യങ് ജെന്റിൽമാൻ ആണ്. ഞങ്ങൾ രണ്ടുപേരോട് ഒരു കോമൺ ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വെജിറ്റേറിയൻസ് ആണ്, റണ്ണേഴ്സ് ആണ്. എൻ്റെ
വാച്ച് കണ്ടിട്ട് ആദ്യമായിട്ട് ഗാർമിൻ വാച്ച് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു. ഹൗ ഡിഡ് യു ഐഡന്റിഫൈ? But it's a unique question and that attracted me. So you are a wonderful person. God bless you. Okay. എന്താ സ്റ്റില്ലായിട്ടിരിക്കുന്നത്? ഇത് വീഡിയോയാ? ചിരിച്ചോ. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? നിങ്ങളൊക്കെ എവിടുത്തുകാരാ? ബാംഗ്ലൂരാണ്. നമ്മ ഊര് ബാംഗ്ലൂരാണ്. പിംബ്രോസിൽ പോകുന്നവരാണോ? എൻ്റെ ബ്രദർ പിംബ്രോസിലെ മെമ്പറാ. മോള് കൊയറിലൊക്കെ ഉള്ളതാ. അതുകൊണ്ട് പിംബ്രോസ് എനിക്കറിയാം. ഞാനിങ്ങനെ ഒരു 3-4 മാസം മുമ്പ് ബാംഗ്ലൂർ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ദിരാനഗറിലാണ് അവർ താമസിക്കുന്നത്. എസ്തേറിനെ അറിയത്തില്ല? എസ്തേർ ഞാൻ അപ്പോൾ എസ്തേറിൻ്റെ ഫ്രണ്ട്സാണ്. എസ്തേർ ഇത് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നത്. എന്നോട് എപ്പോഴും പറയും അടിപൊളി ഇതാന്ന്. അതുകൊണ്ട് എസ്തേറിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എസ്തേറിൻ്റെ ഒരു കാര്യം പറഞ്ഞു. ഈ വർഷം വരാവത്തില്ല. എന്തോ മറഞ്ഞിരിക്കുന്നത്. എങ്ങനെയുണ്ട് കോൺഫറൻസ്? അടിപൊളിയാണ്. എൻജോയിങ് എവറി മൊമെന്റ്. യെസ്, there you are. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ കോൺഫറൻസ്? ആർ യു എൻജോയിങ്? ബർത്ത്ഡേ ബോയ്, ഓ മൈ ഗോഡ്, വാട്ട് ഈസ് യുവർ നെയിം? സിജോ. ഓക്കെ, സിജോയ്ക്ക് നമ്മുടെ വകയായിട്ടൊരു ജന്മദിന ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. വെരി ഗുഡ്. എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പിയാണോ? അപ്പോൾ ഓക്കെ, അടിപൊളിയാണോ? ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. എല്ലാവരുടെയും മുഖത്തൊരു ക്ഷീണം പോകുന്നു. സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ 114ാമത് സെഷൻ ഇതാ 4ാം ദിവസം. ഇന്ന് മെയ് മാസം 9-ാം തീയതിയാണ്. ഞങ്ങൾ 4 ദിവസമായിട്ട് തിരുവനന്തപുരം സെന്റ് തോമസ് ക്യാമ്പസിൽ നല്ല ഒരു ഗ്രൗണ്ടഡ്, എക്യുപ്ഡ് ആൻഡ് നെറ്റ്വർക്ക്ഡ് ഇൻ ക്രൈസ്റ്റ് എന്നുള്ള ടീമിൽ 425 സ്റ്റുഡന്റ് പാർട്ടിസിപ്പൻസും 75 ഓർഗനൈസിംഗ് കമ്മിറ്റി പ്ലസ് ലീഡേഴ്സ്, അങ്ങനെ 500-ലധികം amazing Marthamites are here and we are celebrating abundant life. ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകും. അടുത്ത വർഷം ഞങ്ങൾ ഡൽഹി വെച്ചാണ് കൂടുന്നത്. അതുകൊണ്ട് വണ്ടർഫുൾ ബ്ലസ്സഡ് എക്സ്പീരിയൻസ് ഹിയർ. നമ്മുടെ അടുത്ത സുഹൃത്താണ്. പേര് പറഞ്ഞു. അൻസു. എന്തോ ചെയ്യുവാ? എവിടെ? ഞാൻ അവിടെ മാത്സ് വിദ്യാർത്ഥിയായിരുന്നു. 1996 മുതൽ 99 ഞാൻ പഠിച്ച ക്ലാസ്സിൽ ഇരിക്കുന്ന ആളാണോ ഇത് പറഞ്ഞ്? ഞാൻ 99 എവിടുന്ന് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ അമ്മ 1970s അവിടെ പഠിച്ചതാണ്. എന്നിട്ട് എന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ? ഓ, ഇത്ര ഫേമസ് ആയാലും. ഞാൻ ആ കോളേജിന് തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഇപ്പോഴും മാടമുക്കെന്ന് പറയും. ജെറുസലേം പള്ളിയിൽ പോകുന്നുണ്ടോ? ഞായറാഴ്ച ഹോസ്റ്റലിലല്ലേ? ഓ, യു ആർ എ ഡേ സ്കോളർ. ഓക്കെ, വെരി ഗുഡ്. കണ്ടത് വലിയ സന്തോഷം. ഇപ്പോൾ ഞങ്ങൾ ജോസഫ് മാർത്തോമ ഓഡിറ്റോറിയം, വണ്ടർഫുൾ ഓഡിറ്റോറിയം അറ്റ് സെന്റ് തോമസ് സ്കൂൾ, ട്രിവാൻഡ്രം. ദിസ് ഈസ് സം മൊമെന്റ് in the life of every participant and here we have 2 amazing youngsters. മോന്റെ പേരെന്തുവാ? ജോൺ. എന്തോ എടുക്കുക? 12th. എവിടാ? ഈ സ്കൂളായിരുന്നു. ഇവിടെ ആയിരുന്നു. സോ നിങ്ങളുടെ ഹോം പാരിഷ് ഏതാ? ട്രിനിറ്റി മാത്തോമറ്റസ്. ട്രിനിറ്റി തന്നെയാണോ? ഓക്കെ, വെരി ഗുഡ്. നമ്മുടെ 2 ചെറുപ്പക്കാരെ കണ്ടതിൽ വണ്ടർഫുൾ. താങ്ക് യു. ഈ ചെറുപ്പക്കാരിയുടെ കൈയൊക്കെ ശരിയായോ? കൈ ശരിയായി വരുന്നേ ഉള്ളൂ. പരിക്കിൽ നിന്നൊക്കെ മോചിതയായിട്ട് വരികയാണ്. നല്ല ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓഫ് പാർട്ടിസിപ്പേഷൻ മാറ്റി വളരെ അഭിമാനകരമാണ്. അതോടൊപ്പം തന്നെ ജെൻസി ക്രോണിക്കൽ ഒരു സുവനിയറും ഉണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ കൺക്ലൂഡിംഗ് ഡേയിൽ ഒരു ഫോട്ടോ സെഷൻ ഉണ്ട്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. 500 പേരെയൊക്കെ ഒരു ഫ്രെയിമിൽ കയറ്റി ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു വൻ സെറ്റപ്പാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടക്കുകയാണ്. ചരിത്രമാണ്. Youngsters are rocking here and we are celebrating
Marthoma Students Conference 2026. Grounded, equipped and networked in Christ. This is the moment. നിങ്ങൾ വിളിച്ചോ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി വിളിച്ച് പറയുക. നമുക്ക് ഇനി കൂടുതൽ സമയം celebrating every moment. Wonderful. സന്തോഷ സൂചകമായി തന്നതെല്ലാം സ്വീകരിച്ച് ബാലകരല്ല സീനിയർ ഫ്രണ്ടായി. ആഘോഷങ്ങൾ തുടരട്ടെ. volunteers please come forward, please arrange the chairs. മുന്നോട്ട് വന്ന് അറേഞ്ച് ചെയ്യണേ. Unbelievable moments happening at Marthoma Students Conference. പിന്നെ സഭാ സെക്രട്ടറി അച്ഛൻ്റെ അവിടെ സുഖമായിരിക്കുന്നല്ലോ. യൂത്ത്സിനെ പറ്റിയൊക്കെ എന്തോ അഭിപ്രായം? 2006 ഇവിടെ കോൺഫറൻസിന് അച്ഛനുണ്ടായിരുന്നു. അതിന്റെ ഒരു ചെറിയ ഫോട്ടോ ഞാൻ ഈയിടെ കണ്ടായിരുന്നു. അതിന്റെ അച്ഛനും ഉണ്ടായിരുന്നു. എല്ലാവരും സെറ്റിലാണോ? ഹലോ, കോഴിക്കോട് ബാംഗ്ലൂർ ഇന്ത്യൻസ് ഞാനോ മിസ് അല്ല മിസ് ചെയ്യും. കോഴഞ്ചേരി കൊട്ടാരക്കര ഓക്കെ, താങ്ക് യു. I'm
Okay, good instruments. നമുക്ക് ചേർന്ന് പാടാം. പ്രത്യേകിച്ച് ഈ കോൺഫറൻസിന് വളരെ അനുഗ്രഹീതമായ നേതൃത്വം നൽകിയ ഞങ്ങൾക്ക് നിർദ്ദേശവും ആലോചനയും ഒക്കെ നൽകിയ അഭിവന്ധ്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലിത്ത തിരുമേനിയെ നന്ദിയോടെ സ്മരിക്കുന്നു. നമ്മളെല്ലാവരും ആഗ്രഹിച്ചാണ് തിരുമേനി വാലിഡേറ്ററി മെസ്സേജ് നൽകുമെന്ന്. എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ തിരുമേനി കടന്നു വരുന്നില്ല എങ്കിൽ പോലും ഈ കാലയളവിലൊക്കെ ഈ 114ാമത് മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസിന് അഭിവന്ധ്യ മെത്രാപ്പോലിത്ത തിരുമേനിയിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹീതമായ നേതൃത്വത്തെയും പ്രോത്സാഹനത്തെയും കോമ്പറ്റീഷനായിരുന്നു. ബഹുമാനപ്പെട്ട ടിനിയച്ചനും ലിജോച്ചനുമായിരുന്നു ആവശ്യമായ നേതൃത്വം നൽകിയത്. കോമ്പറ്റീഷന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാനായിട്ട് പോവുകയാണ്. എലക്യൂഷൻ ഇംഗ്ലീഷ് സെക്കൻഡ് പ്രൈസ്, രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ആഷ്ബി തോമസ് വുമൻ. ആഷ്ബി തോമസ് നല്ലൊരു കൈയ്യടി കൊടുക്കാൻ സർട്ടിഫിക്കറ്റും ക്യാഷ് പ്രൈസും അഭ്യർത്ഥി തിരുമേനിയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ്. ആഷ്ബി തോമസ് ഉമ്മൻ. അടുത്ത ഫസ്റ്റ് പ്രൈസ് എലക്യൂഷൻ ഇംഗ്ലീഷ് ഫേബ എൽസ എബ്രഹാം. നല്ലൊരു കൈയടി കൊടുക്കാം എല്ലാവരും ചേർന്ന്. അടുത്ത എലക്യൂഷൻ മലയാളം. കുറച്ചുകൂടെ നല്ല രീതിയിൽ കൈയടിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. $2006 എനിക്കായിരുന്നു ഫസ്റ്റ് പ്രസംഗം ഇവിടെ വെച്ച് നടത്തിയതിന്, ഇംഗ്ലീഷ് പ്രസംഗ മത്സരത്തിന്. ഫസ്റ്റ് പ്രൈസ് എലക്യൂഷൻ മലയാളം അടുത്ത എസ്എ റൈറ്റിംഗ് കോമ്പറ്റീഷനായ സെക്കൻഡ് പ്രൈസ്, രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നീതു മറിയ എബ്രഹാം. നീതു വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ഫസ്റ്റ് പ്രൈസ് എസ്എ റൈറ്റിംഗ് ഇംഗ്ലീഷ്. സെക്കൻഡ് പ്രൈസ് കൃപ സാറ തോമസ്. കൃപ സാറ തോമസ്. നല്ല ഒരു കൈയ്യടി കൊടുക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് എസ്എ റൈറ്റിംഗ് മലയാളം ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുന്നത് ഏഞ്ചൽ സ്നേഹ ജോൺ. ഏഞ്ചൽ സ്നേഹ ജോൺ. നല്ലൊരു കൈയ്യടി കൊടുക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല മിടുക്കിയ. സ്മൈൽ, സ്മൈൽ, സ്മൈൽ. താങ്ക് യു. നിങ്ങൾക്ക് ലഭിച്ച ട്രോഫി റോളിംഗ് ട്രോഫിയാണ്. അതുകൊണ്ട് തന്നെ സാധിച്ചു. നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ ഒതുക്കപ്പെട്ടതായ, രൂപാന്തരപ്പെട്ടതായ, നന്മ നിറഞ്ഞ മുഖങ്ങളാണ് മനസ്സിലാകുന്നത്.
Are you happy today? യെസ് Yes. പറ യേശു പറ. Are you happy? സന്തോഷമുണ്ടോ? ഒന്നുകൂടെ ഇവിടെ നിന്ന് ചാടണം. ഞങ്ങൾ അവസാനം ചാടിക്കോളാം, അതെ. ഇതൊന്ന് കഴിയട്ടെ. നിങ്ങൾ ചാടി ഇത് മുരുകന്റെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിർത്താൻ പറഞ്ഞത്. കാരണം നിങ്ങൾ ചാട്ടം കൂടിക്കഴിഞ്ഞാൽ ഈ കോട ഇനി കൂടെ ഉപയോഗിക്കേണ്ടതാണ് കുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ചാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷേ എന്നാൽ ഈ ഗോളൂടെ നമ്മളെ സംരക്ഷിക്കേണ്ടതാണ്. ഈ ഒരു ചോദ്യം എല്ലായ്പ്പോഴും നമ്മളെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്. എന്തിനാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത്? ഈ കോൺഫറൻസ് കൊണ്ട് എന്ത് നേടി എന്ന് ചോദിക്കുമ്പോൾ ഒരു ക്രിയേറ്റീവ് റെസ്പോൺസ്. അങ്ങനെയൊക്കെ ഉള്ളവരെ സ്ഥിരം എന്നിട്ട് ആളുകളുണ്ട്, കുഴപ്പമില്ല. നമുക്കറിയാം നിങ്ങളെ ആദ്യകോശി എഴുതേക്കുമ്പോഴേ നിങ്ങൾ പറയും ഹായ് എന്ന് പറയും. അത് വളരെ പ്രസിദ്ധനായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇതിനകത്ത് കോൺഫറൻസിൽ ധാരാളം ഉണ്ട്. എന്നാൽ ആദ്യം വരുന്ന കുട്ടികൾ എനിക്ക് നന്ദി കരയിറ്റുന്നു. അനേകരുടെ അധ്വാനം ഇതിന് മുന്നിലുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾക്ക് സഹായകരമായി തീർന്നു. ഓരോ പ്രവർത്തനത്തിലൂടെയും ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആലോചന നൽകിയ എല്ലാവരെയും ഓർത്ത് നിനക്ക് നന്ദി കരയിറ്റുകയാണ്. ഇതിനോടുള്ളതായ ബന്ധത്തിൽ തുടർന്ന് അനുഗ്രഹകരമായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് നമ്മുടെ ജി മാത്യു സാറ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വേദിയിൽ കസേരകളുടെ അഭാവം മൂലം മാത്രം സദസ്സിൽ ഇരിക്കേണ്ടി വന്ന വിശിഷ്ട അതിഥികളെ, വ്യക്തികളെ, നേതാക്കളെ, ജൻസി സുഹൃത്തുക്കളെ, മറ്റ് എല്ലാ പ്രിയപ്പെട്ടവരുമേ, മുക്കോലക്കൽ സെന്റ് തോമസ് നഗർ ഇത്രയും നാൾ അറിയപ്പെട്ടിരുന്നത് എ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ എന്നാണ്. എന്നാൽ ഇക്കഴിഞ്ഞ 4 ദിവസങ്ങൾ കൊണ്ട് അതിനപ്പുറമായി ഇറ്റ് ഹാസ് പ്രൂവ്ഡ് ടു ബി എ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ടീം വർക്ക്, കോർഡിനേഷൻ, കമ്മിറ്റ്മെന്റ്, ജൻസി പവർ, creativity, and above all, God's presence. പ്രൗഢ ഗംഭീരമായ ഈ ഡോക്ടർ ജോസഫ് മാർത്തോമ ഓഡിറ്റോറിയവും അതിൻ്റെ പരിസരവും വിശാലമായ സെന്റ് തോമസ് ക്യാമ്പസും അക്ഷരാർത്ഥത്തിൽ ജൻസി പിടിച്ചടക്കി. അതിൻ്റെ ഓളങ്ങൾ നിലയ്ക്കാതെ അലയടിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ആദ്യാവസാനം ഈ കോൺഫറൻസിൽ പങ്കെടുത്ത അഭിവന്യ ഫിലക്സിനോസ് തിരുമേനി, സ്തേഫാനോസ് തിരുമേനി, അബ്രാം തിരുമേനി, സെറാഫിം തിരുമേനി എന്നിവരോടുള്ള ആദരവും കൃതജ്ഞതയും അറിയിക്കുന്നു. പ്രസിഡന്റ് ഡോക്ടർ എ ജി മാത്യു അച്ഛന്റെ ആ ഗ്രൂപ്പിനെ കൈകാര്യം ചെയ്ത വിധവും അതിൽ നിന്ന് പകർന്ന ആവേശവും അതിൽ പങ്കെടുത്തവരും എല്ലാം കൊണ്ട് നമ്മുടെ ഈ കെട്ടിടം ഒന്ന് വിറച്ചു. അത് ഞങ്ങൾക്ക് ആദ്യമായി അനുഭവപ്പെട്ട ഒരു സംഗതിയാണ്. ഇതുവരെ a grand success. The organizing team, clergy, volunteers, choir, technical team, prayer groups, participants, and all those who contributed in countless ways. Your dedication, hard work, and prayers truly made these days meaningful and memorable. Once again, we thank Almighty God for His abundant grace and guidance throughout these blessed days. 114 മർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ സമാപന പ്രാർത്ഥനയ്ക്കായി A.T. തോമസ് അച്ഛനെയും തുടർന്ന് ആശീർവാദത്തിനായി ക്രിസ്തുവിനാൽ സജ്ജീകരിക്കപ്പെട്ട, ക്രിസ്തുവിനാൽ ഏകീകരിക്കപ്പെട്ട കൂട്ടായ്മയായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടായ്മകളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേവലം വികാരമല്ലല്ലോ, അതിനപ്പുറമായി യേശു ക്രിസ്തു ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായി തീരാൻ ഇങ്ങനെയുള്ള കോൺഫറൻസുകളെ നീ ഒരുക്കുന്നതിനാണ് സ്തോത്രം. 114 വർഷം നയിച്ചവർ, നേതൃത്വം കൊടുത്തവർ, പങ്കെടുത്തവർ, നിങ്ങളുടെ വിശ്വാസത്തിൽ
നിന്റെ സന്നിധിയിൽ വാങ്ങിപ്പോയവർ ഇവരെയെല്ലാം ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. നിന്നെ ആശ്രയിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, ടെൻഷൻ്റെ മധ്യത്തിൽ, ഈ സമൂഹത്തിലും ഞങ്ങളുടെ സഭയിലും യേശുക്രിസ്തുവിനാൽ രൂപപ്പെട്ടവരായി, ഏകീകരിക്കപ്പെട്ടവരായി, സജ്ജീകരിക്കപ്പെട്ടവരായി തുല്യമായി സഹായിക്കട്ടെ. ഈ ബന്ധങ്ങൾ വെറും കൂടിവരവുള്ള നൈമിഷിക ബന്ധങ്ങളല്ല, യേശുവിൽ നെറ്റ്വർക്ക് ചെയ്യപ്പെട്ട ഇതിൻ്റെ കൂട്ടായ്മയായി ഞങ്ങളെ തീർക്കണമേ. ഞങ്ങളുടെ സമാധാനത്താലെ പോകുകയും ധൈര്യമുള്ളവരായിരിക്കും. തിന്മയോട് കേൾക്കാൻ നന്മയെ തിന്മയെ ജയിക്കും. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകപുത്രന്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംസർഗവും സുഖവാസവും നമ്മെല്ലാവരുടെ മേൽ നമ്മുടെ എല്ലാ ജീവിതാനുഭവങ്ങളും കൂടി ഇന്നും എന്നും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്റ്റുഡൻസ് കോൺഫറൻസ് 2026 ഭംഗിയായിട്ട് അവസാനിക്കുന്ന നിമിഷമാണിത്. തളർന്നുപോയോ? വിട്ടോ വിടുവാണ് വിട്ടോ. നീ എന്താ കാണുന്നേ? വല്ലപ്പോഴും ഒക്കെ ഒരു മെസ്സേജ് അയക്കണം കേട്ടോ. എന്തുവാ ഇപ്പം MSc കഴിഞ്ഞോ? എവിടാ? 2 വർഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു വെരി ഗുഡ്. നാട്ടിലെവിടാ? സ്വന്തം വീട് കുര്യൻ്റെയൊക്കെ പള്ളിയാണ്. JP ജേക്കബിൻ്റെ പള്ളി. കുര്യൻ ജേക്കബിനെ അറിയാം. JP ജേക്കബിൻ്റെ പോലെ യു കെയിലുള്ള കുര്യൻ ജേക്കബ്. രണ്ട് ആ പിള്ളേരുണ്ട്. Delegates of Chengalur, Mavelikar, Madrasam are also requested to report in the front for photograph. Delegates and alumni of Chengalur, Mavelikar and Diocese are requested to report to the front desk.
ഫോട്ടോഗ്രാഫർ. എന്തോ പേര്? ജോയൽ. ജോയൽ എവിടുത്തുകാരനാ? തിരുവനന്തപുരക്കാരനാ. യെസ്, വെരി ഗുഡ്. യു ആർ ഡൂയിങ് ആൻ അമേസിംഗ് ജോബ്. വെരി ഗുഡ്. എനിക്കും പണ്ട് സമ്മാനമൊക്കെ കിട്ടിയിട്ടുള്ളത് പ്രസംഗ മത്സരത്തിൽ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഡയറക്ടർ, സെക്രട്ടറി, ഓക്കെ, സാർ ഇതിൻ്റെ ഒരു മെയിൻ ഓർഗനൈസറാണ്, മെയിൻ ആളാണ്. എങ്ങനെയുണ്ട് സാറേ? എന്തുകൊണ്ട് വളരെ നന്നായിരുന്നു എല്ലാവരുടെ പാർട്ടിസിപ്പേഷൻ. തീർച്ചയായിട്ടും കുട്ടികൾക്ക് നല്ല അനുഭവമായിരിക്കും. പ്രത്യേകിച്ച് സെന്റ് തോമസ് ക്യാമ്പസ് 25 ഏക്കർ ക്യാമ്പസാണ് ഇവിടെ വെച്ച് നടത്തി. ഈ 4 സ്ഥാപനങ്ങൾ ഇതിനകത്തുണ്ട്, ഹോസ്റ്റലുകളുണ്ട്, എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്ക് ഞങ്ങൾ തുറന്നു കൊടുത്തു. അത് ഞങ്ങൾക്കും അനുഗ്രഹമായിരുന്നു, കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹമായിരുന്നു തീർന്നതാണ് ഞങ്ങൾ. താങ്ക് യു വെരി മച്ച്. വണ്ടർഫുൾ മെമ്മറബിൾ എക്സ്പീരിയൻസ് ഫോർ ഓൾ ഓഫ് us. എൻ്റെ ഫാദർ കോഴഞ്ചേരി കോളേജിലെ സെന്റ് തോമസിലുണ്ടായിരുന്ന പോഷി ചാക്കോസാണ്. പോഷി ചാക്കോസാണ്. അതാ എനിക്ക് ഈ പേര് കേട്ടോ പോലെ എനിക്കത് പെട്ടെന്ന് ഈ പേര് സ്ട്രൈക്കിങ് ചെയ്തു. അതാ ചോദിച്ചു എവിടെയാ പഠിച്ചത്. ആണ് ഇവരത്ത് പിടിച്ചത്. ഞങ്ങൾ ഇന്നലെ ഇവരത്തിൻ്റെ ക്യാമ്പസിലൊക്കെ ഒന്ന് പോയായിരുന്നു ഞാൻ കാണാൻ വേണ്ടി. എൻ്റെ ഫാദറിൻ്റെ ഒരു സ്റ്റുഡൻറ്റുമാണ്. നല്ല സ്നേഹം. താങ്ക് യു വെരി മച്ച്. കിട്ടിയ എനിക്ക് 2006 കോമ്പറ്റീഷൻ എനിക്കായിരുന്നു ഫസ്റ്റ് ഇംഗ്ലീഷ് ഇവിടെ വെച്ച് നടത്തിയത്. അതുകൊണ്ട് ചാമ്പ്യൻ മീറ്റ്സ് എ അങ്ങോട്ട് നോക്കുക. ചാമ്പ്യൻ മീറ്റ്സ് എ ചാമ്പ്യൻ ആണ് പേര് പറഞ്ഞ്. ഏത് പള്ളിയാ? കോട്ടയം തോമസ് സാറിൻ്റെ പള്ളിയാണ്. എന്തോ പഠിക്കുവാ? എവിടാ? ഓക്കെ, വെരി ഗുഡ്. സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ കൺക്ലൂഡിങ് നിമിഷങ്ങളാണ്. ബിഗ് സ്റ്റേജ് ഇന്ന് കോൺഫറൻസ് വൈബ്സ്. നല്ല സുന്ദര നിമിഷങ്ങളാണ് തന്നിരിക്കുന്നത്. ഞങ്ങള് ശരിക്കും നമുക്ക് 4 ദിവസം നല്ല അടിപൊളി ഒരു കോൺഫറൻസ് തന്ന ഞങ്ങളുടെ ക്ലാസ്മേറ്റ് അതേ പേർക്ക് അറിയാത്ത അതുകൊണ്ട് എല്ലാവർക്കും അടുത്ത വർഷം conference is over and this is lunch time. കോൺഫറൻസ് അടിപൊളിയായിരുന്നു. നിങ്ങളൊക്കെ വലിയ ടോപ്പ് ടീംസ് ഉണ്ട്. വണ്ടർഫുൾ ലീഡർഷിപ്പ് ബൈ ഓൾ. ഓക്കെ, നെക്സ്റ്റ് ഇയർ ഡൽഹി. മട്ടൺ ബിരിയാണി വെജിറ്റേറിയൻ ഉണ്ടോ? അവിടെ. സോ ഇന്ന് ലാസ്റ്റ് ഡേ കൺക്ലൂഡ് ചെയ്ത് മട്ടൺ ബിരിയാണി, മുട്ടൺ ബിരിയാണി എന്നൊക്കെ പറയും. സോ ഇനി അടുത്ത വർഷം നമുക്ക് ഡൽഹിയിൽ ഇരുന്ന് കഴിക്കാനൊക്കെ അതുകൊണ്ട് ആ ഒരു ഓളത്തിൽ നമ്മൾ പോവുകയാണ്. ഇനി അടുത്ത ഡൽഹി വരണേ കേട്ടോ. ഇവിടില്ലാതെ ഇനി പരിപാടിയില്ല. See you at New Delhi next year. അടുത്ത വർഷം ഡൽഹിയിൽ വരാൻ ശ്രമിക്കുക. എല്ലാവരെയും കൊണ്ടുപോകത്തില്ല, കേരളത്തിൽ നിന്ന് എല്ലാവരെയും കൊണ്ടുപോകത്തില്ല. കാരണം 8 ദിവസം പരിപാടി. ഡൽഹിയിൽ വെച്ച് കാണാം. നെക്സ്റ്റ് ഇയർ ഡൽഹി. See you at New Delhi, the capital of India, that is Bharat. അടുത്ത വർഷം ഡൽഹിയിൽ കാണും വരേക്കും വണക്കം. അടുത്ത വർഷം ഡൽഹിയിൽ കാണും വരേക്കും വണക്കം.
ശരി. Bye 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 till we meet at New Delhi next time. Bye bye. Till we meet at New Delhi next time. Bye bye. Bye bye. Till we meet at New Delhi. എവിടാ നമ്മുടെ ഇരിക്കുന്നത്? സ്റ്റേജിലാണോ? സ്റ്റേജിലാണ്. Till we meet at New Delhi next time. Bye bye. Bye bye. Bye bye. ഇതേ ചേച്ചിയൊക്കെ ഉണ്ട്. ചേച്ചി വരുന്നത്. നിങ്ങളെങ്ങനെയാ പോകുന്നത്? ബസ്സിലോ? മമ്മിയും പപ്പയൊക്കെ പ്രത്യേകം തിരക്കായിട്ട് പറഞ്ഞേക്കണം. ഞാൻ വീഡിയോ അയച്ചു കൊടുത്ത് മമ്മി ഹാർട്ടൊക്കെ അടിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ വെജ് ബിരിയാണിയൊക്കെ ഉണ്ട്. കൺക്ലൂഡിങ് ലഞ്ചാണ്. എന്തുകൊണ്ടൊക്കെ സുഖമായിരിക്കുന്നത്? നല്ലതായിരുന്നു. സ്റ്റേജിലൊക്കെ കയറിയിരുന്ന കഴിക്കുക. കുഴപ്പമില്ല, കിടക്കട്ടെ. വെജ് ഇവിടെ മാത്രമേ ഉള്ളൂ. 2026 മെയ് മാസം 9-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുകയാണ്. ഗാർമെന്റ് വാച്ച് നോക്കിയുള്ള കഥ പറച്ചിൽ തിരുവനന്തപുരം സെന്റ് തോമസ് സ്കൂളിൽ നിന്നും തൽക്കാലം നിർത്തുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ 4 ദിവസം നല്ല സുന്ദരൻ ഒരു കോൺഫറൻസ് ജെൻസി എന്നുള്ള ടീം. ഈ അടുത്ത വർഷം ഡൽഹിയിലാണ്. ഡൽഹി വെച്ച് നമുക്ക് കാണാം. കോൺഫറൻസ് അവസാനിച്ചു. സെന്റ് തോമസ് സ്കൂളിൻ്റെ സുന്ദരൻ വെന്യൂവിൽ നിന്നും ഞങ്ങൾ പിരിയുവാൻ സമയമായി. 4 ദിവസം നല്ല ഒരു അനുഭവമായിരുന്നു. ഞാനിത് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇത് വൈൻഡിങ് അപ്പ് സൈനിങ് ഓഫ് വീഡിയോ ആണ്. അപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളാണ്. ഇവരുടെ മുഖത്ത് കണ്ടോ? വെൻ ഐ വാണ്ട് ടു നോ ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ ഐ ലുക്ക് ഇൻ ടു ദ eyes of little children. If their eyes are full of joy and hope, India will have a great future. പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞതാണ്. ഇവരുടെ കണ്ണുകളിലുള്ള ആ സന്തോഷം, അവിടെ ആനന്ദം. അതുകൊണ്ട് നമ്മൾ അടുത്ത വർഷം കാണും വരെ ഒരു സൈൻ ഓഫ് പറഞ്ഞേ. വി ആർ സൈനിങ്. പറഞ്ഞു സൈനിങ് ഓഫ് ഫ്രം ട്രിവാൻഡ്രം. വെരി ഗുഡ്.